ഹലോ, ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഡേ 3 ആണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് കൽപ്പാത്തി രഥോത്സവം ഉണ്ടോ പാലക്കാട് വന്നിട്ട് എനിക്ക് ഇന്നേ വരെ ഈ ഡേയിൽ വരാൻ പറ്റിയിട്ടില്ല. ഈ 3 ദിവസത്തിനുള്ളിൽ വരാൻ പറ്റിയിട്ടൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ വരിക, ഷോപ്പിങ്ങിന് മാത്രം. ഇന്ന് ഇതിൻ്റെ ക്രേസിലുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് 3rd ഡേ തന്നെ വരാൻ പറ്റിയിട്ടോ. രാവിലെ തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ടോ, തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട്. സൺഡേ ആണേ. നോക്കുമ്പോൾ എന്താ നല്ല തിരക്കൊക്കെ ഉണ്ട്. പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇതൊരു യൂട്യൂബറാണേ, എന്തോ കസിൻസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള യൂട്യൂബറാണേ. പിന്നെ ഇവിടെ ഒരു ഭയങ്കര ഒരു സമാധാനമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യമാണ് കേട്ടോ. രാവിലെ ഇവിടെ വരുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഓരോ അഗ്രഹാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കോലോടുന്നതും പിന്നെ ഈ രഥത്തിൻ്റെ ഓരോ കൊത്തുപണികൾ കാണാൻ അടിപൊളിയാണ്. അത് പ്രത്യേക ഒരു സമാധാനം തന്നെയാണ്. പിന്നെന്താണ്, ഈ ഗ്രാമത്തിൻ്റെ ഓരോ തനിമയൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി നിർത്തിയിട്ട് അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈവൻ ആ ആഗ്രഹമൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടാണ് ആ ഒരു സമാധാനം, അതൊരു വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. പിന്നെ ഇതാണ്ട് കുണ്ടമ്പലം. ഇവിടെ നല്ല തിരക്കുണ്ട്, കാരണം ആൾക്കാർ ദർശനത്തിനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ പോകുമ്പോഴേക്കും എൻ്റെ ചെക്കൻ നല്ല കരച്ചിലായി. ആൾക്ക് ഇങ്ങനെ ക്രൗഡ് കാണുന്നത് എന്തോ പേടിയാണ്. അവനിറങ്ങില്ല, ഞാനും കസിൻസും മാത്രം ഇറങ്ങി. 6 രഥമുണ്ട് കേട്ടോ കൽപ്പാത്തി രഥോത്സവത്തിന് വലിക്കാനായിട്ട്. ഭക്തിയും സാഹചര്യവും കൂടി ചേർന്ന ഒരു പ്രത്യേക ഒരു ആഘോഷമാണ് ഈ രഥോത്സവം. രാത്രി അതിനും അടിപൊളിയാണ് കേട്ടോ. രാവിലത്തേനെക്കാട്ടി അടിപൊളിയായിരിക്കില്ല രാത്രി, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. കടൽ പോലെ ഉണ്ടോ ആൾക്കാർ, ഒരു ഇത്തിരി പൊടിയിട്ട താഴെ എത്തില്ല എന്ന് പറയില്ലേ, അതേമാതിരിയാണ്. പിന്നെ രാവിലെ ഇവർ കോലമിടുമല്ലോ, അതെന്തിനാണെന്ന് വെച്ചാൽ ഉറുമ്പുകൾക്കുള്ള ഭക്ഷണമെന്നാണ് പറയാം. അരിപ്പൊടി കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കോലം വരയ്ക്കില്ലേ, അത് ഉറുമ്പിനുള്ള ഫുഡാണെന്നാണ് ഇവർ ഇതാക്കുന്നത്. പിന്നെ ഇവിടെ കുറേ സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. കൽപ്പാത്തി ശരിക്കൊരു വികാരം തന്നെയാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള പുഴയാണ് കേട്ടോ, കൽപ്പാത്തി പുഴ. അതിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്. നമ്മൾ പോകുമ്പോൾ ആരും വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല കേട്ടോ. അപ്പുറത്തൊക്കെ നിന്ന് ആൾക്കാർ കുളിക്കുന്നുണ്ട്, ഇവിടെ ഇട്ട് ആരും ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാനും നാത്തോനും കൂടി പതിയെ ഇറങ്ങാൻ വിചാരിച്ചു, ഒന്ന് ജസ്റ്റ് കാല് മാത്രം കഴുകിയിട്ട് വരാമെന്നുള്ള രീതിയിൽ. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങലായി. പിന്നെ ആ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് പറയേണ്ട ഇറങ്ങേണ്ട നല്ല വഴുക്കലുണ്ടെന്ന്. അങ്ങനെ ചെറുതെ മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെയാണ്. കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ പറഞ്ഞു നമ്മളൊന്ന് കാല് കഴുകിയിട്ട് കയറിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കാല് കഴുകി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി കേട്ടോ. നമുക്ക് അവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തർ വന്നിങ്ങനെ നമസ്കരിക്കില്ലേ, അതേമാതിരിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ പോലീസ് വിസിലടിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ കയറി. പിന്നെ നോക്ക്, ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരിക. പോലീസിൻ്റെ കൺട്രോൾ കിട്ടില്ല, അതുകൊണ്ടാണ് അവർ ഇറങ്ങാൻ സമ്മതിക്കാത്തത്. എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധയോട് നോക്കിയിട്ട് ഇറങ്ങാം. രാവിലെ നേരത്തെ വന്നാണ്ടല്ലോ അടിപൊളിയായിട്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം രാവിലെ വന്നിട്ടുണ്ട്, കൽപ്പാത്തിയുടെ ടൈമിലല്ല, തേരിൻ്റെ ടൈമിലല്ല, അല്ലാണ്ട് കൽപ്പാത്തിയിൽ വന്നാൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. രാവിലെ എല്ലാവരും ഇങ്ങനെ കുളിച്ചൊരുങ്ങി മറ്റേ കോലം ഇടുന്നതും ഇങ്ങനെ ബ്രാഹ്മിൻസും ഇങ്ങനെ പൂണൂലൊക്കെ ഇട്ട് നടക്കില്ലേ, അതൊക്കെ കാണാൻ നമുക്ക് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. പിന്നെ നമുക്ക് അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂജ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇവിടുത്തെ ആൾക്കാർക്ക്, പാലക്കാടുള്ള ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്ടോ. കൽപ്പാത്തിയിൽ തീർന്ന് വരണത് തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ടാവും. ഈവൻ നമുക്കിതൊക്കെ കിട്ടും, പുറത്ത് കിട്ടുമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട ഒരു പ്രത്യേക ഒരു ഫീലാണ്.
അപ്പോൾ നമ്മൾ ഇനി ഷോപ്പിങ്ങിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് കേട്ടോ, ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. അവിടെയാണ് കേട്ടോ കടകൾ. ആദ്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ എല്ലാ കടകളും അതിൻ്റെ ഉള്ളിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. മറ്റേ എന്താണ്, മുളയുടെ പുട്ടുകുറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ. വെയിലിൻ്റെ ചൂടൊന്നുമില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കടകളുണ്ട് കേട്ടോ. പെൺപിള്ളേർക്ക് പറ്റിയ പല സാധനങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. കമ്മലിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ, ക്ലിപ്പ്. എനിക്ക് ക്ലിപ്പ് ഭയങ്കര പ്രാന്താണ് കേട്ടോ. കുറേ വാങ്ങിച്ചു കൂട്ടും, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കില്ലെങ്കിലും വാങ്ങിച്ചു കൂട്ടണതിന് ഒരു കുറവുമില്ല. ബുഷ്, മാല എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. തിരക്കുണ്ട് കേട്ടോ, പക്ഷെ ഇതൊരു ഓക്കെ തിരക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ പോയത്. പക്ഷെ രാവിലെ നല്ല തിരക്ക്, അപ്പോൾ രാത്രി പറയേ വേണ്ട. അങ്ങനെ നമ്മളിവിടുന്ന് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത്രയും ക്ലിപ്പ് എടുത്തിട്ടോ. ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഒരു ക്രീസാണ്. പിന്നെ ഇതെന്തോ ചെണ്ട കുട്ടി പോണ കണ്ടപ്പോൾ ഞാൻ എന്തോ റെക്കോർഡ് ചെയ്തതാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഈ പുട്ടുകുറ്റി ഒരെണ്ണം എടുത്തിട്ടോ. 130 രൂപ കേട്ടോ. നമുക്ക് ബിരിയാണിക്കൊന്ന് ചൂടാക്കാനൊക്കെ ഇട്ട് ഇതിലിട്ട് ചൂടാക്കാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളൊരു ചില്ലുണ്ട്. അങ്ങനെ ചെറുതിന് 120. പിന്നെ ഉള്ളത് ഈ കടകളിലേക്ക് പോയി. പിന്നെ നമുക്ക് കൈത്തറിയുടെ ഇത് തുണിയാണ്, ബെഡ്ഷീറ്റാണ്, മുണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും വാങ്ങിച്ചിട്ടാ. പിന്നെ ഇത് എൻ്റെ മോന് ഡിനോസർ ഭ്രാന്താണല്ലോ, അങ്ങനെ അവൻ അതും വാങ്ങിച്ചിട്ട് വരണുണ്ട്. ഇത് അമലു അടിപൊളിയാണ് കേട്ടോ. അമലു ആണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി. പിന്നെ ഇതെന്തോ ആ പൂജ ചെയ്ത ആളില്ലേ, പൂജാരി, അതാണ് കേട്ടോ പോകുന്നത്. ഇനി എനിക്കൊന്ന് അടുത്ത അമ്പലത്തിലേക്കാന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ ഒരു തേരുണ്ട്. അവിടെ നമ്മൾ 2 തേര് കണ്ടു, രഥം കണ്ടു. ഇവിടെ ഒരെണ്ണം. പിന്നെ ഇത് ബലൂണിൻ്റെ കളക്ഷൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓരോ വീടിൻ്റെ മുമ്പിൽ ഇതേമാതിരി ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉപ്പിലിട്ട്, അത് നമ്മുടെ വികാരമാണല്ലോ. അങ്ങനെ ഉപ്പിലിട്ടതും എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാൻ കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അത്ര ടയർഡാവില്ല. ഒരുപാട് പോലീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ കുറച്ചും കൂടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും കൽപ്പാത്തി പോകട്ടെ, ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ഓക്കെ, അതിൽ ഇങ്ങനെ